ഇട്ട് കൊടുക്കാൻ വേണ്ടി മെസ്സേജ് ഓപ്പൺ ചെയ്ത സമയത്താണ് ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെയ്തതോ പിങ്ക് ഷെയ്ഡിലും. അതും ഡെലിവറീൻ്റെ ഹാഫ് അവർ മുന്നെയാണ് ഈ ഒരു മെസ്സേജ് കാണുന്നത്. പിന്നെ നമുക്ക് അവിടെ കളർ ചേഞ്ച് ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ കേക്കിനെ റിപ്പയർ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ കേക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്തു, ക്രീമെല്ലാം മാറ്റി അങ്ങനെ ഓരോ കേക്കായിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ 5 മിനിറ്റ് നമുക്ക് വെക്കാൻ ടൈമുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഒരു കേക്ക് വെച്ചു. പിന്നെ രണ്ടാമത്തെ ടോപ്പിലുള്ള കേക്ക് സെപ്പറേറ്റ് ചെയ്യണ സമയത്ത് ചെറുതായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ക്രീമെല്ലാം വെച്ചിട്ട് ടോപ്പും താഴെ ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. അപ്പോൾ ബേസ് തിരിച്ചും മറിച്ചും വെച്ചിട്ടൊക്കെ തന്നെയാണ് ഇതിനെ ലെവലാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനൽ കോട്ട് ചെയ്യണം കേട്ടോ. സിമ്പിൾ ഡെക്കറേഷൻ കൊടുക്കാനേ നമുക്ക് അവിടെ ടൈമുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും കൊടുക്കാനില്ല. അങ്ങനെ അത് കൂടുതൽ ക്രീം ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റാക്കിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ കേക്കും ഈ ഒരു കേക്കും ഞങ്ങൾ കണ്ടു നോക്കുക. ഏത് കേക്കാണ് ഇഷ്ടമായതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.